ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു കഥയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പാണ്ഡവരുടെ ധർമ്മപത്നിയാണ് പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി. ദ്രൗപദിക്ക് എങ്ങനെയാണ് ഈ പഞ്ചഭർതൃ യോഗം, 5 ഭർത്താക്കന്മാരുണ്ടാകുന്ന ആ യോഗം എങ്ങനെയാണ് ദ്രൗപദിക്ക് കിട്ടിയത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യോഗം ദ്രൗപദിക്ക് ഉണ്ടായത് എന്നാണ് പറയുന്നത്. വ്യാസഭഗവാനാണ് ഈ കാര്യം പാണ്ഡവരോട് പറഞ്ഞു കൊടുക്കുന്നത്. വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്ത ആ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ മഹാനായ ഒരു ഋഷിക്ക് അതിസുന്ദരിയും ഗുണവതിയുമായ ഒരു പുത്രി ഉണ്ടായിരുന്നു. വളരെയധികം ഗുണഗണങ്ങൾ ഉണ്ടായ ആ പുത്രി ആയിട്ട് പോലും ആ പുത്രിയെ എന്തോ പൂർവജന്മ ദോഷം കൊണ്ടാകാം ആരും തന്നെ വിവാഹം ചെയ്തില്ല. അതിൽ മനംനൊന്ത ആ കന്യക ഭഗവാൻ ശങ്കരനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. അതിൽ സംപ്രീതനായ ഭഗവാൻ ശങ്കരൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് മഹാദേവൻ പറഞ്ഞു, കന്യകേ, എന്ത് വരമാണ് ആവശ്യപ്പെട്ടുകൊള്ളുക എന്ന് പറയുകയായി. ഭഗവാൻ ശങ്കരനെ നേരിൽ കാണാൻ സാധിച്ചതിൽ ഈ കന്യകയ്ക്ക് വലിയ സന്തോഷം തോന്നുകയും ആവർത്തിച്ച് വിവാഹകാര്യം പറയുകയും ചെയ്തു. അങ്ങനെ 5 തവണ ഭർത്താവിനെ വേണമെന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് സർവ്വഗുണങ്ങളും ഒത്തിണങ്ങിയ ഭർത്താവിനെ വേണമെന്ന് 5 തവണ ഭഗവാൻ ശങ്കരനോട് ആവശ്യപ്പെട്ടു. ശങ്കര ഭഗവാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഭാരതീയ വംശജരായ 5 പേർ ഭർത്താക്കന്മാരായി വരും. അപ്പോൾ ഈ കന്യക അന്താളിച്ചു പോയി. 5 ഭർത്താക്കന്മാർ ലഭിക്കുമെന്ന് കേട്ട് അന്താളിച്ചു പോയ ആ കന്യക ഭഗവാനോട് പറഞ്ഞു, അങ്ങയുടെ കൃപ കൊണ്ട് ഒരു ഭർത്താവ് ഉണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അങ്ങയെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ ഞാൻ 5 തവണ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട് ഭഗവാൻ പറയുകയാണ്, ഭർത്താവ് വേണമെന്ന് എന്നോട് നീ 5 തവണ ആവർത്തിച്ചാവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് നിനക്ക് 5 ഭർത്താവ് ഉണ്ടാകാനുള്ള വരം ഞാൻ തന്നത്. തന്ന വരം തിരിച്ചെടുക്കുകയില്ല, അത് ഫലിക്കുക തന്നെ ചെയ്യുമെന്ന് ഭഗവാൻ ഈ കന്യകയെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് പിറ്റേ ജന്മത്തിൽ ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയായി ദ്രൗപദി പിറന്നത്. ദ്രൗപദിയുടെ മറ്റൊരു പേരാണ് കൃഷ്ണ. ഇങ്ങനെയാണ് ദ്രൗപദിക്ക് പഞ്ചഭർതൃയോഗം ലഭിച്ചത്. വ്യാസഭഗവാനാണ് പാണ്ഡവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. വിവാഹത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ വ്യാസഭഗവാൻ ഈ കഥ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് വിട്ടത്. അതുകൊണ്ടാണ്, ഈ കാര്യം അറിയുന്നത് കൊണ്ടാണ് കുന്തിദേവി അവരോട് പങ്കിട്ടെടുത്തുകൊള്ളുക, ഭിക്ഷ കൊണ്ടുവന്നിരിക്കുന്നു അമ്മേ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഭിക്ഷ നിങ്ങൾ പങ്കിട്ടെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മുൻജന്മ നിശ്ചയം തന്നെയാണ്, ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. ഇങ്ങനെയാണ് ദ്രൗപദിക്ക് പഞ്ചഭർതൃയോഗം ലഭിച്ചത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.